മക്കളെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസിലെ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾ അതിൻ്റെ 2026-27 വർഷത്തേക്കുള്ള എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു എക്സാം ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, ആന്ധ്രാപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ആസാം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് ഈ എൻട്രൻസ് ഉണ്ടാവുക. ഇതിൻ്റെ എൻട്രൻസ് 2 പാർട്ടായിട്ടാണ്. ഒന്ന് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ഡാറ്റ് പ്രിലിംസ്. ഈ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഡിസൈൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ഡാറ്റ് മെയിൻസ് എഴുതാൻ പറ്റുക. അപ്പോൾ പ്രിലിം ക്വാളിഫൈ ആയി മെയിൻ കൂടി എഴുതിയാലേ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 1 2025 ഡിസംബർ 1 രാത്രി 11:59 വരെയാണ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം. ഇനി എഡിറ്റ് ഓപ്ഷൻസ് അതിനുശേഷം, അതായത് 4 ഡിസംബർ വരെ, ഡിസംബർ 2 തുടങ്ങി ഡിസംബർ 4 വരെ നിങ്ങൾക്ക് കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താം. പ്രിലിംസിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡിസംബർ 11 വരും. പ്രിലിംസിൻ്റെ എക്സാം 21 ഡിസംബർ 21 കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ് സെൻറ്റർ ഉള്ളത്. അതിൻ്റെ റിസൾട്ട് ഏപ്രിൽ 7 വരും. അതിനുശേഷമാണ് ബാക്കി, അതായത് ഇതിൽ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് പിന്നീട് മെയിൻ എക്സാം എഴുതുക. അതിൻ്റെയൊക്കെ ഡേറ്റ് പിന്നീട് വരികയുള്ളൂ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. അതിൽ ഏജ് ലിമിറ്റ് സാധാരണഗതിയിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ EWS കാറ്റഗറിക്കൊക്കെ കാൻഡിഡേറ്റ്സ് ബോൺ ഓൺ ഓർ ആഫ്റ്റർ 1 ജൂലൈ 2005 2005 ജൂലൈ 1 അതിന് ശേഷമോ ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ നേരെ തിരിച്ച് OBC കാറ്റഗറി, റിസർവ്ഡ് കാറ്റഗറിയിലെ OBC നോൺ ക്രിമിനൽ കാറ്റഗറി, SC കാറ്റഗറി, ST കാറ്റഗറിക്കൊക്കെ വയസ്സിൽ ഇളവുണ്ട്. അവർ 2002 ജൂലൈ 1 ശേഷം ജനിച്ചവരായാൽ മതി. എന്നാൽ നേരെ തിരിച്ച് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 2000 ജൂലൈ 1 ശേഷമാണ്. ഇനി അതേസമയം ഫോറിൻ നാഷണൽസിനാണെങ്കിൽ 2005 ജൂലൈ 1 തന്നെയാണ്. ഇതോ ആ ഡേറ്റിലോ അതിന് ശേഷമോ ജനിച്ചവരാണ്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുക. ഈ 2026-27 എക്സാം എഴുതണമെങ്കിൽ കുട്ടി എങ്ങനെയായിരിക്കണം? 2025-26 ഏത് സ്ട്രീമെങ്കിലും, +2 സയൻസോ ആർട്സോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീമായാലും മതി, 2025-26 പാസ്സാവുന്ന കുട്ടിയായിരിക്കണം. അതായത് ഈ വർഷം എഴുതാൻ പോകുന്ന കുട്ടിയായിരിക്കണം. അതുപോലെ തന്നെ ജൂലൈ 2026, ജൂലൈ 15 2026 റിസൾട്ട് വരികയും ഉണ്ടാവണം. കാറ്റഗറി, ഈ സീറ്റുകൾക്ക് കാറ്റഗറി റിസർവേഷൻ ഒക്കെ ഉണ്ട്. ഓപ്പൺ സീറ്റ് ഉണ്ട്, EWSന് സീറ്റ് ഉണ്ട്, NCLന് സീറ്റ് ഉണ്ട്, SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ട്. എല്ലാ കാറ്റഗറിയിലും ഫിസിക്കൽ ഡിസബിലിറ്റിക്കും ഒക്കെ സീറ്റ് റിസർവേഷൻ ഉണ്ട്. സീറ്റ് മാട്രിക്സ് നോക്കുക. ടോട്ടൽ സീറ്റ് അഹമ്മദാബാദിൽ 128 സീറ്റാണ്, ആന്ധ്രാപ്രദേശിൽ 75 സീറ്റാണ്, ഹരിയാനയിൽ 75 സീറ്റാണ്, മധ്യപ്രദേശിൽ 75 സീറ്റാണ്, ആസാമിൽ 75 സീറ്റാണ്. അതിൽ EWS കാറ്റഗറിക്ക് ഓരോ ക്യാമ്പസിലുമുള്ള സീറ്റുകൾ കാണിച്ചിട്ടുണ്ട്. NCLൻ്റെ സീറ്റ് കാണിച്ചിട്ടുണ്ട്, SC കാറ്റഗറിയുടെ ഇത് കാണിച്ചിട്ടുണ്ട്, STയുടേതും കാണിച്ചിട്ടുണ്ട്. ഇത് സീറ്റ് മാട്രിക്സ് ആണ്, ഓരോ കാറ്റഗറിക്കുമുള്ള സീറ്റാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. admission.nid.edu എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉണ്ടാവണം, മൊബൈൽ നമ്പറും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഫോൺ നമ്പറും ഒക്കെ ഉപയോഗിച്ച് ഈ admissions.nid.edu എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. കുട്ടിയുടെ പേരും ഡീറ്റെയിലും ഒക്കെ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു ലോഗിൻ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും അയച്ചു കിട്ടും. അത് ഉപയോഗിച്ചിട്ട് വേണം ബാക്കിയുള്ള ഫർദർ പ്രൊസീജിയർ ചെയ്യാൻ. അതാണ് സ്റ്റെപ്പ് 1. അങ്ങനെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെപ്പ് 2 ചെയ്യാം. സ്റ്റെപ്പ് 2 നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. എന്നിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് സബ്മിഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. എല്ലാ കാൻഡിഡേറ്റ്സും കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഫോട്ടോയും സിഗ്നേച്ചറും. അതുകൂടാതെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. EWS ആണെങ്കിൽ EWSൻ്റെ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള താലൂക്കിൽ നിന്ന് വാങ്ങുന്ന EWS ഉണ്ടാവണം. NCLലും അതുപോലെ തന്നെ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള താലൂക്കിൽ നിന്ന് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. SC ST ഇങ്ങനെയുള്ള ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള എല്ലാ കുട്ടികളും, അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഒന്നിൽ UDID കാർഡോ അല്ലെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റോ മതിയാവും. ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, SC അല്ലെങ്കിൽ ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ താലൂക്കിൽ നിന്ന് വാങ്ങുന്നതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്. താലൂക്കിൽ നിന്ന് വാങ്ങുന്നതുമാവണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതുമാവണം. ഇനി അപ്ലൈ ചെയ്യാനുള്ള ഫീസ് നോക്കുക. ജനറൽ കാറ്റഗറി, ജനറൽ EWS, OBC, NCL ഒക്കെ 3000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഇതൊന്നും നോൺ അല്ലെങ്കിൽ റീഫണ്ടബിൾ അല്ല, ഇതൊക്കെ നോൺ റീഫണ്ടബിൾ ആണ്. ഈ പൈസ രജിസ്ട്രേഷൻ ഫീ ആണ്, തിരിച്ചു കിട്ടില്ല. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC ST ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലാത്ത, അതായത് ജനറലിലോ EWSലോ OBC NCLലോ വരുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ 2000 രൂപയാണ് അടയ്ക്കേണ്ടത്. SC ST കാൻഡിഡേറ്റ്സിന് 1500 രൂപയും ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റിന് 500 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസിൻ്റെ സെൻറ്റർ കേരളത്തിൽ ഉണ്ടാവുക കൊച്ചിയിൽ മാത്രമാണ്. ഈ പറഞ്ഞ സെൻറ്ററുകളിലൊക്കെ ഉണ്ടാവും, കേരളത്തിൽ കൊച്ചിയിൽ മാത്രമാണ്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ഈ ബ്രോഷറിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഞാൻ ആ ബ്രോഷറിലെ മെയിൻ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഈ വർഷം 2025-26 +2 എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാമാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ഈ ഡിസൈൻസ് കോഴ്സ്. താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.